ഓസ്ട്രേലിയയിൽ ഇപ്പോൾ മാമ്പഴക്കാലമാണ്. അപ്പോൾ ഈ സമയത്ത് മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ മാങ്ങ കിട്ടുകയുള്ളൂ. ഞങ്ങളിവിടെ ഇടയ്ക്ക് മാമ്പഴ പുളിശ്ശേരിയും അതുപോലെ തന്നെ മാംഗോ ലസ്സിയും ഉണ്ടാക്കും. ഇവിടെ പിള്ളേർക്കും വീട്ടിലെല്ലാവർക്കും തന്നെ മാമ്പഴ പുളിശ്ശേരിയും മാംഗോ ലസ്സിയും വലിയ ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് ഓഫ് സീസണിൽ ഈ മാമ്പഴം കിട്ടില്ല. ഇവിടെ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ മാംഗോ പൾപ്പ് വാങ്ങിക്കാൻ കിട്ടും മാംഗോ ലസ്സി ഉണ്ടാക്കാനായിട്ട്. പക്ഷെ ഞാൻ അതങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം അതിനകത്ത് അവരെത്ര പ്രിസർവേറ്റീവ്ഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് പ്രിസർവേറ്റീവ് ഉണ്ടാവും. ഇവിടെ നന്നായിട്ട് മാങ്ങ ഉണ്ടാവണ സമയത്ത് മാങ്ങ കുറച്ച് ഫ്രീസ് ചെയ്യും. അതെങ്ങനെയാണ് ഞാൻ ചെയ്യണതെന്ന് വെച്ചാൽ ഇതിൻ്റെ എപ്പോഴും മാങ്ങയുടെ ഞെട്ടി നന്നായിട്ട് ചെത്തിക്കളയണം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചിങ്ങനെ നമ്മുടെ മാങ്ങ ചൊനയുടെ ഒരു ടേസ്റ്റ് ഇതിന് മുന്നേ ഞാൻ വെച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചെയ്യുമ്പോൾ മാങ്ങയുടെ ഇങ്ങനെ ഞെട്ടിയുടെ ഭാഗം ചെത്തിക്കളഞ്ഞിട്ട് മാങ്ങയുടെ തൊലി കളഞ്ഞിട്ടാണ് വെക്കാറ്. ചെത്തിക്കളയല്ല, നമുക്കിങ്ങനെ വെറുതെ കൈകൊണ്ട്, നല്ല പഴുത്ത മാങ്ങയല്ലേ, അപ്പം അതുകൊണ്ട് വെറുതെ ഇങ്ങനെ തൊലി പൊളിച്ച് കളയും ഞാൻ. ഈ മാങ്ങ നമ്മുടെ നാട്ടിലൊക്കെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ ചെറിയ ഇനം നാട്ടുമാങ്ങയുണ്ടല്ലോ, ആ മാങ്ങയുടെ ഒരു വെറൈറ്റി തന്നെയാണ്. പക്ഷേ ഫ്രീസ് ചെയ്യാനായിട്ട് ഏത് മാങ്ങ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് പക്ഷേ എപ്പോഴും നല്ലത് ഇതുപോലത്തെ ഇതാണ്, നാട്ടുമാങ്ങയാണ് നമുക്ക് കുറച്ചും കൂടി നല്ലത്. പക്ഷെ മാങ്ങ ചെത്തനയിലും നല്ലത് ഇതുപോലെ തൊലി കളഞ്ഞെടുക്കണതാണ് ലസ്സിക്കാണെങ്കിലും മാമ്പഴ പുളിശ്ശേരിക്കാണെങ്കിലും നല്ലത്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ മാങ്ങയൊക്കെ തൊലി കളഞ്ഞ് നല്ല റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഫ്രീസർ ബാഗുകളിലേക്ക് മാറ്റാൻ പോവാണ്. ഞാൻ എപ്പോഴും മാങ്ങ ഫ്രീസ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം ഞാനൊരു 4 മാങ്ങ എടുത്തിട്ടാണ് കറി വെക്കണതെന്നുണ്ടെങ്കിൽ ആ 4 മാങ്ങ, അല്ലെങ്കിൽ ഇപ്പോൾ 4 മാങ്ങ എടുത്താണ് ഞാൻ ലസ്സി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് 4 മാങ്ങ മാത്രമേ ഞാനൊരു ഫ്രീസർ ബാഗിൽ വെക്കുകയുള്ളൂ. കാരണം മാങ്ങ ഫ്രീസറിൽ കുറേ കൂട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊലി കളഞ്ഞിട്ട് വെക്കണ കാരണം എല്ലാം കൂടി ഇങ്ങനെ കൂട്ടി പിടിക്കും. പിന്നെ നമ്മൾ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് കുറേ നേരം വെച്ചാൽ അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതത്ര നല്ലതല്ല. ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് വീണ്ടും ഫ്രീസറിലേക്ക് വെക്കണത് അത് ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് ഉണ്ടാക്കും. ബാക്ടീരിയ വളരാനും അതിനുമൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമുക്കൊരു കറിക്ക് വേണം അല്ലെങ്കിൽ ഒരു ലസ്സിക്ക് എത്ര മാങ്ങ വേണം, ആ മാങ്ങ മാത്രം ഒരു കവറിലാക്കി വെക്കുക. അപ്പം ഞാനിവിടെ വെക്കണത് സാധാരണ 4 മാങ്ങ വെച്ചിട്ടാണ്. അത് മതി ഞങ്ങൾക്ക്, കറിക്കാണെങ്കിലും ലസ്സിക്കാണെങ്കിലും അത് മതി. അടുത്ത വർഷം നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ നാട്ടിലാണെങ്കിലും ജൂൺ ജൂലൈ മാസങ്ങളിൽ അല്ലെങ്കിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ നിങ്ങൾക്കും ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടാവും. ആ സമയത്ത് നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ അറ്റത്ത് കുറച്ച് മാങ്ങ, നിങ്ങൾക്ക് ഒരു മാങ്ങയില്ലാത്ത സമയത്ത് ഒരു കുഞ്ഞ് മാങ്ങക്കറി വെക്കാനും അല്ലെങ്കിൽ ലസ്സി ഉണ്ടാക്കാനും കുട്ടികൾക്കൊക്കെ ആയിട്ട് ഇച്ചിരി മാങ്ങ എടുത്ത് ഫ്രീസ് ചെയ്യാൻ നോക്കണേ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ.